ചിന്തകൾ ആകറ്റി എന്നാഗ്രഹാവശ്യങ്ങളെ പിതാമുൻപിൽ കേൾപ്പിക്കും ഞാൻ. ന്യായപ്രമാണം ഇപ്പോൾ പുറത്തല്ല, ന്യായപ്രമാണം എൻ്റെ ഉള്ളിലാണ്. അക്ഷരമായിട്ടുണ്ട്, പക്ഷെ അക്ഷരത്തിനപ്പുറത്ത് അത് എൻ്റെ ആത്മാവിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ ഉപദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേ ഭാഗം തന്നെ എബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ ഇത് തന്നെ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ ദൈവവചനത്തിൽ തന്നെ നമ്മൾ കാണുന്നു. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല. നിയമമുണ്ട്, പക്ഷേ നിയമം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ അവരെ ആദരിച്ചുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. റിലേഷൻഷിപ്പിലേക്ക് കയറുകയാണ്. നമ്മൾ നിയമം അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? അക്ഷരമായിട്ട് എവിടെങ്കിലും എഴുതിയിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല. പരീശൻ നിയമം അനുസരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അനുസരിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല. എനിക്ക് ബന്ധമുണ്ട്, എനിക്ക് റിലേഷനുണ്ട്. റിലേഷൻ ഇല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. റോമാലേഖനം 7-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് പറയുന്നു, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്തു വരുമ്പോൾ തിന്മയായി പോകുന്നു. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, പക്ഷേ അതിനപ്പുറത്ത് പാപപ്രമാണം, ഞാൻ എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു പ്രമാണം കാണുന്നു. ഇതാണ് ന്യായപ്രമാണത്തെ അക്ഷരമായി കാണുന്നവൻ്റെ പ്രശ്നം. കാര്യം അവൻ അനുസരിക്കാനുള്ള ശക്തിയില്ല, അവന് ബന്ധമില്ല, റിലേഷനില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിയമം മാത്രമല്ല, നിയമം എൻ്റെ ഉള്ളിലായി. എന്നാൽ അതേപോലെ ഈ നിയമമൊക്കെ അനുസരിക്കുവാനുള്ള ആ വലിയ ശക്തി പകരുവാൻ യേശു എൻ്റെ ദൈവമായി എൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. ആ ബന്ധമാണ്, ആ ആത്മാവാണ് പാപത്തോട് പോരാടുവാൻ എന്നെ നിലനിർത്തുന്നത്. ഇല്ലെങ്കിൽ ഞാനും പൗലോസിനെ പോലെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞേനെ. ചിലർ ചിന്തിക്കുന്നത്, എന്നോട് ഒരു ആൾ പറഞ്ഞത്, എൻ്റെ ബ്രദറെ നമ്മളൊക്കെ ആരാ? പൗലോസ് പോലും, ഇത്രയും ലേഖനമൊക്കെ എഴുതിയ പൗലോസ് പോലും പറയുക ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ, മരണത്തിന് അധീനമായ ശരീരം തന്നെ ആര് വിടുവിക്കുന്നു? പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയല്ല. ന്യായപ്രമാണം അനുസരിക്കാൻ അവൻ മെനക്കെട്ട് നടന്ന സമയത്തെയാണ് പൗലോസ് പറയുന്നത് ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. 8-ാമത്തെ അധ്യായം വായിക്കണം. 7-ാമത്തെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ സമയമില്ല വായിക്കുന്നില്ല. 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് വിടുതൽ നൽകിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, എന്നിൽ വസിക്കുന്ന ജീവൻ്റെ ആത്മാവ് പാപത്തിൽ നിന്ന് വേറിട്ട ഒരു ജീവിതം ജീവിക്കുവാൻ എനിക്ക് ശക്തി തന്നിരിക്കുന്നു. തരുമെന്നല്ല, തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ന്യായപ്രമാണത്തെ മാറ്റുവാനല്ല വന്നത്, നിവർത്തിപ്പാനാണ്. ആ ന്യായപ്രമാണം മോശയ്ക്ക് കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെന്തായിരുന്നോ അത് എനിക്ക് വിവരിച്ചു തരികയാണ്. എന്നിട്ട് വചനത്തിൽ തന്നെ പറയുന്നു, അതനുസരിക്കാനുള്ള ശക്തി സ്വാഭാവികമായി നിങ്ങൾക്കില്ല, എന്നാൽ ഞാനിപ്പോൾ നിയമം നിങ്ങളുടെ ഉള്ളിലാക്കി. നേരത്തെ നിങ്ങളിതൊക്കെ അനുസരിക്കാൻ നോക്കി, ന്യായശാസ്ത്രിമാരെല്ലാം അനുസരിക്കാൻ നോക്കി, പരീശന്മാരനുസരിക്കാൻ നോക്കി. ഏറ്റവും മെച്ചപ്പെട്ട പരീശന്മാരിൽ ഒരാളായിരുന്നു പൗലോസിന് പോലും അത് കഴിഞ്ഞില്ല. എന്നാൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ യേശു എൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇന്ന് നിയമം അനുസരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയിരിക്കുന്നു.
ആ പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ആ അക്ഷരത്തിന്റെ പഴക്കത്തിലേക്കല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ശാസ്ത്രിമാരെ പോലെ ആകരുത്. അവര് പറഞ്ഞതൊക്കെ കറക്റ്റാ, അവര് പറഞ്ഞത് ന്യായപ്രമാണമാണ്. കർത്താവ് അതിനെ ഒന്നിനെ നിഷേധിക്കുന്നില്ല. കൊല ചെയ്യരുതെന്ന് പിതാക്കന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി കുഴപ്പമില്ല, ഇന്ന് തൊട്ട് കൊല ചെയ്യാമെന്നല്ല, ഒരു പാപവും ചെയ്യാമെന്നല്ല. അങ്ങനെയാ ഈ ഗ്രേസ് തിയോളജിക്കാരനെല്ലാം പഠിപ്പിക്കുന്നത്. ഇനി പാപം ചെയ്താൽ കുഴപ്പമില്ല, ന്യായപ്രമാണമൊക്കെ പോയി. അങ്ങനെയല്ല. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല കർത്താവ് വന്നത്, നിവർത്തിപ്പാനാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ചില ഭാഗങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കാം. 7-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, പഴയ നിയമം പോയത് വലിയ കാര്യമായി. പോയിട്ടില്ല, ഞാൻ പറഞ്ഞത്. അന്ന് എന്തോ കൽപ്പനയായിരുന്നു, വല്ലവനും അനുസരിക്കാൻ പറ്റുമോ? ഇപ്പം നമുക്ക് കൃപയല്ലേ ബ്രദറെ, അതുകൊണ്ടൊന്നും അനുസരിക്കേണ്ടതാണ്. അങ്ങനല്ല. പുതിയ നിയമത്തിലെ കൽപ്പന, യേശു കർത്താവ് പറഞ്ഞ കൽപ്പന പഴയ നിയമത്തിൽ പറഞ്ഞതിൻ്റെ പല മടങ്ങാണ്. മാനുഷികമായി നോക്കിയാൽ നമുക്ക് ഒരു കാരണവശാലും അനുസരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് കർത്താവ് പറയുന്നത്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആ വ്യഭിചാര പ്രവൃത്തി നടന്നില്ലെങ്കിൽ അവൻ വ്യഭിചാരിയാണെന്ന് പറയത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു. ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. ഈ ഹൃദയം കൊണ്ട് ചെയ്യുന്നത് ഒന്നും പഴയ നിയമത്തിൽ പാപമല്ലായിരുന്നു, ഹൃദയം കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഹൃദയം കൊണ്ട് ചെയ്യുന്നതാ ഒന്നാമത് പാപമായിട്ട് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് എഴുതി ചെയ്തിട്ടുണ്ടോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതു അല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഡിവോഴ്സൊക്കെ വർദ്ധിച്ചു വരുന്നതായ ഈ കാലയളവിൽ അതൊരു തെറ്റായിട്ട് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല. എന്നും ഞാനിപ്പം സഹിച്ചുകൊണ്ട് നടക്കണോ, എന്തോ കാര്യത്തിനാ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ. വേദപുസ്തകം ഡിവോഴ്സ്, കർത്താവ് മലാക്കിയുള്ള പ്രവചനത്തിൽ പറയുന്നത്, ഐ ഹേറ്റ് ഡിവോഴ്സ്, ഉപേക്ഷണം ഞാൻ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ആ ഒരു സാധനമില്ല പ്രിയമുള്ളവരെ. നമ്മളതിന് എന്തെല്ലാം റീസൺസ് പറഞ്ഞാലും ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. പുതിയതിനെ നോക്കിക്കൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു ലോകത്തിൽ കർത്താവ് പറയാണ്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. വളരെ കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ അവരെ പോലെ ആകരുത്. കള്ളസത്യം ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം നമ്മൾ. വളഞ്ഞ രീതിയിലൊന്നും വേദപുസ്തക പ്രകാരം പുതിയ നിയമത്തിൽ കർത്താവ് സമ്മതിക്കുന്നില്ല. ഉള്ളിലൊന്ന് വെച്ച് മറ്റൊന്ന് പറയാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. അതിന് നമ്മൾ പറയുന്നത് ഡിപ്ലോമസി എന്നാണ്. അവനെ ആരെയും പിണക്കത്തില്ല. ഹി ഈസ് എ ഡിപ്ലോമാറ്റ്, ഈസ് വെരി ഡിപ്ലോമാറ്റിക്. ഡിപ്ലോമാറ്റിക് ആകുന്നത് ഏതാണ്ട് വലിയ കാര്യമായിട്ടാണ് ലോകം പറയുന്നത്. പക്ഷെ ശരിക്കും ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ കള്ളത്തരം ഒന്നാ. കാര്യം കള്ളത്തരം പറഞ്ഞാലേ ഡിപ്ലോമാറ്റിക് ആകാൻ പറ്റുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. ഹു ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി എന്നുള്ളതിന് ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്നവനാണ് ഈസ് എ മാൻ ഓഫ് ഇന്റഗ്രിറ്റി. അവൻ ഇന്റഗ്രിറ്റി ഉള്ള ആളാണ്. അവൻ പറഞ്ഞാൽ അവൻ അത് ചെയ്യും. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിലാണ് എൻ്റെ നോട്ടത്തിന് ആത്മീയ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? പറയുന്നത് ചെയ്യണം എന്ന് തന്നെയല്ല, ചിന്തിക്കുന്നത് പറയുകയും വേണം. ചിന്തിക്കുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇന്റഗ്രിറ്റി ഉള്ള ആളാകുന്നത്. വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് ഇന്റഗ്രിറ്റി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്. നിങ്ങൾ ആകരുത്. അതുപോലെ പരീശന്മാരെ പോലെയും നിങ്ങൾ ആകരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനമായും പരീശന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പരീശന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. പരീശന്മാരുടെ പ്രത്യേകതയാണ്, അവർ നീതിയൊക്കെ ചെയ്യും, പക്ഷേ അത് മനുഷ്യർ കാണേണ്ടതിനാണ് ചെയ്യുന്നത്. അല്ലാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ
ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മനുഷ്യർ കാണേണ്ടതിന് എന്തെങ്കിലും ചെയ്യുന്നവന് ദൈവത്തിന്റെ മുമ്പിൽ പ്രതിഫലമില്ല. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നതിൽ അവരുടെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇളങ്കൈ അറിയരുത്. അങ്ങനെയാണെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നോക്ക്, അവരെ പോലെ ആകരുത്, ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്, പരീശന്മാരെ പോലെ ആകരുത്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അവര് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അവർ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ പറയുന്നു. അവർ പ്രാർത്ഥിക്കുന്നവരാ. എവരി 3rd hour ദേ പ്രേ. എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും പ്രാർത്ഥിക്കും. രാവിലെ 9 മണിക്ക് പ്രാർത്ഥനയുണ്ട്, ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രാർത്ഥനയുണ്ട്. അവർ പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയെങ്കിലും തെരുക്കോണിൽ നിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നത്. കാര്യം ഞാനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് ആൾക്കാരറിയണം. ഈ യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ച ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങ് കണ്ടുപോകും. യു സീ ദ ഡിഫറൻസ്. കണ്ടുപോകും. അതായത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം എവിടെങ്കിലും നിന്ന് അറിയാതൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഇവരങ്ങനല്ല. ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ വലത്തെ കാല് മുന്നോട്ട് വെച്ചിട്ട് ഇടത്തെ കാല് പുറകോട്ട് വെച്ച് കൈകളെ ഉയർത്തിയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. കൈകളെ ഉയർത്തി. അപ്പൊ അതുകൊണ്ട് ഇവൻ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത് നാട്ടുകാർക്കെല്ലാം അറിയാം. പരീശന്മാര് അവരുടെ ടൈം തെറ്റിക്കത്തില്ല. ഇപ്പം ഉച്ചയ്ക്ക് 3 മണിക്ക് അവൻ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്ന സമയം അവൻ എങ്ങനെങ്കിലും തെരുക്കോണിലാകാൻ അവൻ ആഗ്രഹിക്കും. വീട്ടിൽ വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. അത് രണ്ടും ചെയ്യത്തില്ല. തെരുക്കോണിൽ നിന്നുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കും, കൈയൊക്കെ അങ്ങോട്ട് നീർത്തി. അപ്പൊ ആൾക്കാർ പറയും, ഓ എന്തൊരു ഭക്തൻ, അത് കേൾക്കാനാ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഏത് വായിച്ചപ്പോൾ ആലോചിച്ചു, ഞാൻ ജനിച്ച വീട്ടിലൊരു അറയൊക്കെ ഉണ്ടായിരുന്നു. പഴയ അറയും നിരയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഇപ്പം പ്രാർത്ഥിക്കേണ്ടപ്പോഴെല്ലാം നേരെ അറയുടെ അകത്തോട്ട് കയറി പോകാൻ പറ്റുമോ എന്നിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ആ അറയുടെ കാര്യമല്ല ഈ പറയുന്നത്. അതായത് യുവർ ഇന്നർ റൂം, നിന്റെ അകത്തെ മുറിയിൽ കടന്നാൽ എന്താണ് പ്രത്യേകത? ഞാനിപ്പോൾ ഒരു ബനിയൻ ഇട്ടുകൊണ്ട് എൻ്റെ അകത്തെ മുറിയിൽ നിൽക്കുകയാണെങ്കിലും എനിക്ക് പ്രയാസമൊന്നുമില്ല. കാര്യം ആരും കാണുന്നില്ല. എന്നാൽ ആരെങ്കിലും ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ബനിയൻ ഇട്ടുകൊണ്ട് പുറത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ കിടക്കുന്ന ഒരു ഷർട്ട് പെട്ടെന്നിട്ട് പുറത്ത് പോയി കഥ തുറക്കും. അപ്പോൾ ഞാൻ ഈ ഷർട്ട് ഇട്ടത് ആർക്ക് വേണ്ടിയാ? ഞാൻ ഈ ഷർട്ട് ഇട്ടത് എനിക്ക് വേണ്ടിയല്ല. ഈ ഷർട്ട് ഇട്ടത് എന്നെ കാണാൻ വന്ന ആൾക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. എന്നതുപോലെ കർത്താവ് പറയാണ്, നിന്റെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഒന്നും ഉണ്ടാകരുത്. അതിനകത്ത് വാക്കുകൾ പോലും ആണെങ്കിലും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തെറ്റൊന്നുമല്ല, ചിലപ്പോൾ വേദപുസ്തകത്തിലെ വാക്യം പറഞ്ഞൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത് മറ്റുള്ളവർ കേൾക്കാനുള്ള ആഗ്രഹത്തിലാണെങ്കിൽ, ഉന്നതനെ ഉയർന്നിരിക്കുന്നവന് ശാശ്വതവാസിയും താൻ തന്നെ മകനെന്ന് വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവേ എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ അത് വേദപുസ്തകത്തിലെ വാക്യം, അത് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നവനൊന്ന് അറിയട്ടെ എന്ന് ചിന്തിച്ച് പറഞ്ഞാൽ നിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി. ഇനി അത് 100 പേരുള്ള ഒരു സ്ഥലത്താണെങ്കിലും അറയിൽ കടന്ന് വാതിലടച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നതുപോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് നീ ഒന്നും ചെയ്യാൻ പാടില്ല. യു ജസ്റ്റ് സ്പീക്ക് ടു യുവർ ഫാദർ ഗോഡ്. നിന്റെ പിതാവിനോട്, സ്വർഗസ്ഥനായ പിതാവിനോട് നീ പ്രാർത്ഥിക്കുക. അത് പരസ്യ പ്രാർത്ഥന പോലും അറയിൽ കടന്ന് പ്രാർത്ഥിക്കുന്നതിന് തുല്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. രഹസ്യ പ്രാർത്ഥന മാത്രമല്ല, രഹസ്യ പ്രാർത്ഥന വേണം, പക്ഷെ പരസ്യ പ്രാർത്ഥന പോലും എൻ്റെ അടുത്തിരിക്കുന്നവനെ കേൾപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കരുത്. അവിടെ ഞാനും എൻ്റെ കർത്താവും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതായ പ്രാർത്ഥനയിൽ പോലും നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണ് 7-ാമത്തെ വാക്യത്തിൽ, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. വിജാതീയരുടെ ഒരു പ്രശ്നമാണ്, കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉത്തരം കിട്ടുമെന്നോ, കൂടുതൽ പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നുള്ള ചിന്ത വിജാതീയരുടെ ചിന്തയാണ്. വിജാതീയരുടെ ചിന്ത.
പാപങ്ങൾ ആകറ്റി എന്നാഗ്രഹാവശ്യങ്ങളെ പിതാമുൻപിൽ കേൾപ്പിക്കും ഞാൻ. ആവൽ ദുഃഖ കാലങ്ങളിൽ ആശ്വാസം കണ്ടതും ആത്മാവേക്കണിയിൽ വീഴാഞ്ഞതും ഇമ്പസഖി നിന്നാൽ തന്നെ. പ്രാർത്ഥനയും നൽനേരമേ കാത്തിടുന്നാൽവാവേ വാഴ്ത്താൻ നിത്യം കാത്തിരിപ്പാൻ മുൻപിൽ എത്തിക്കുമെൻ ആഗ്രഹം നീ. നന്മുഖം തേടി വചനം വിശ്വസിപ്പാൻ താൻ ചൊന്നതാൽ തന്നിൽ മുറ്റുമാശ്രയിച്ചു നിന്നെ കാപ്പാൻ നൽനേരമേ. പ്രാർത്ഥനയും നൽനേരമേ പിസ്കാമേൽ നിന്നൻ വീടിനെ നോക്കി ഞാൻ പറക്കും വരെ താനിന്നാശ്വാസ പങ്കിനെ. ഈ ജഡവസ്ത്രം വിട്ടു ഞാൻ ലാക്കിന്നായി പറന്നുയർന്നു വാനം കടക്കുമ്പോൾ ചൊല്ലും സലാം ജപ സമ